പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നെക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരു ക്യാൻവാസ് ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. 14 ഇഞ്ച് ഇറക്കമാണ് ഞാൻ ഇതിൻ്റെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ കഴുത്തകലം 2.5 ഇഞ്ച് കൊടുക്കാം. കഴുത്ത് ഇറക്കം 6 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇത് നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. ഇതിന് ശേഷം ഇത് മുകളിൽ നിന്നും ഒരു ശകലം ഉള്ളിലോട്ട് ചരിച്ച് വരച്ചുകൊണ്ട് താഴെ വന്നിട്ട് റൗണ്ടായിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഇവിടുന്ന് ഒരു 2.5 ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ വരെ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം താഴോട്ട് ഇതുപോലൊന്ന് വരച്ച് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ടിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇത് ഞാനൊരു തുണിയിലേക്ക് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് വേറൊരു തുണിയും കൂടെ ഞാൻ ഇതുപോലെ വെച്ച് തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കഴുത്തിൻ്റെ ഭാഗവും ഈ സൈഡിലുള്ള ഭാഗവും ഇതുപോലെ ഈ തുണിയായിട്ട് യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ബാക്കി നിൽക്കുന്ന തുണിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 2 പീസാക്കി കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് 2 പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അരികെല്ലാം നമുക്ക് ഈ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുക്കാനുണ്ട്. ഇത് തുണി കൊണ്ടുള്ള പൈപ്പിംഗ് വെച്ചാലും കുഴപ്പമില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ള പൈപ്പിംഗ് ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ വെക്കുന്നത്. തുണി നമുക്ക് ഇതുപോലെ ക്രോസ് കട്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാവുന്നതാണ്. ഈ 2 പീസ് തുണിയും നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഇതുപോലൊരു തുണി എടുക്കുക. അതിൻ്റെ മുകൾ ഭാഗം ഇതുപോലൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ 2 പീസ് നമുക്ക് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ നടുക്ക് ഒരു 1 ഇഞ്ച് അകലം വിട്ടിട്ട് വേണം ഇത് വെക്കാൻ. പിന്നെ ഇതുപോലെ ഞാൻ ഒരു തുണി ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തെടുത്തതാണ്. അത് നമുക്ക് ഇതുപോലൊന്ന് വളച്ച് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. 2 സൈഡിലേക്കും വെച്ച് കൊടുക്കാം. അളന്നിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. നീളത്തിനൊരു തുണി ഇതുപോലെ എടുത്ത് തയ്ച്ചെടുത്താൽ മതി. ഞാനിത് 2 ഇഞ്ച് അകലമാണ് ഇതിന് കൊടുക്കുന്നത്. 2 സൈഡിലും 2 ഇഞ്ച് കൊടുത്തിട്ട് നമുക്ക് ഈ കട്ട് ചെയ്ത തുണി ഇതിനകത്ത് വെച്ച് ഒന്ന് തയ്ച്ച് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഞാൻ ഇതുപോലൊരു ചരട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ ഹോളിൽ കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ രണ്ട് സൈഡിലും ഇതുപോലെ ഒരു ഗുണനം പോലെ ഇത് കൊരുത്തെടുക്കണം. താഴെ വരെ ഇതുപോലെ ഗുണനം പോലെ ഓരോ സൈഡിലേക്കും എതിർ ദിശയിലേക്ക് ഇതുപോലെ കൊരുത്ത് നമുക്കെടുക്കാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ തുമ്പത്ത് നമ്മൾ വേറൊരു തുണി വെച്ചൊരു കുഞ്ചലം പോലെ ഇത് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇങ്ങനെ കിട്ടും. നമുക്ക് ഇനി ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചുരിദാറിൻ്റെ തുണിയിലേക്ക് തയ്ച്ച് കൊടുക്കണം. ഇതുപോലെ മടക്കി ഇട്ടതിന് ശേഷം ചുരിദാർ ഒരു 3 ഇഞ്ച് അകലം കഴുത്തകലം എടുക്കുന്നുണ്ട്. അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, അടയാളം അറിയാൻ വേണ്ടിയാണ്. എന്നിട്ടിത് നിവർത്തിയിടാം. എന്നിട്ട് നമ്മൾ തയ്ച്ച നെക്ക് ഇതിലേക്ക് വെച്ചിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം കറക്റ്റാക്കി വെച്ചുകൊണ്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കഴുത്തും ഇതിൻ്റെ സൈഡ് ഭാഗവും നമുക്കൊന്ന് തയ്ച്ചെടുക്കാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓളും കൂടെ പ്രസ് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ ഞാനിത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഴുത്തിൻ്റെ ഭാഗത്ത് 1 ഇഞ്ച് അകലം ഇട്ട് നമുക്ക് ഈ തുണി ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ചെറിയ ചെറിയ കട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ തുണി അകത്തോട്ട് മടക്കി വെച്ചിട്ട് ഇതിൻ്റെ അരികെ കൂടെ നമുക്കൊന്ന് തയ്ച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. ഇപ്പോൾ ഇങ്ങനെ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇറക്കം നമ്മൾ നോക്കണം. ഇതിൻ്റെ ഇറക്കം ഞാൻ 55 ഇഞ്ചാണ് എടുക്കുന്നത്. അതിൽ നിന്ന് ഒരു 10 ഇഞ്ച് കുറച്ചിട്ട് 45 ഇഞ്ചിൽ ഞാനൊന്ന് അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ശേഷം അത് കട്ട് ചെയ്ത് മാറ്റണം. ഈ തുണിക്ക് പകരമായിട്ട് ഞാൻ വേറൊരു തുണിയാണ് 10 ഇഞ്ച് എടുത്തെങ്കിലും 11 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് പോകുമ്പം 10 ഇഞ്ചായി വരും. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മൾ മുകളിൽ നിന്നും താഴോട്ട് ഒരു 25 ഇഞ്ച് അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്രയും ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഇനി ഈ കട്ട് ചെയ്ത് മാറ്റുന്ന പീസിൻ്റെ നടുക്കായിട്ടാണ് നമ്മൾ നേരത്തെ 11 ഇഞ്ച് അളവിൽ കട്ട് ചെയ്ത് വെച്ച തുണി കഷ്ണം വെച്ച് തയ്ച്ചെടുക്കാനായിട്ട്. ഇങ്ങനെ തയ്ച്ചെടുക്കാനാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ളത്. ഇനി ഈ തുണിയുടെ 2 അരികിലും ഞാൻ ഇതുപോലെ പൈപ്പിംഗ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മറ്റേ തുണി ഇതിനോട് ചേർത്ത് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്.
ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും മറ്റേ നൈറ്റി തുണി തയ്ച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ബാക്കും കൈയും വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നൈറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണിത് കാണാൻ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.